പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസന മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവെ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ. പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനമില്ലേ, ദൈവജ്ഞാനം, മാതാവിന് സിസ്റ്റർ പുസ്തകം പറയത്തില്ലേ, ജ്ഞാനം എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിലെന്താണ് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അത് കുറേ നാൾ പ്രെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും. അപ്പോൾ അതെന്താ പൗലോസ് പറയുന്നുണ്ടേ, ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നെന്ന്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. 1 Corinthians 2:16 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഇതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ അനുഭവജ്ഞാനമല്ല. ഇപ്പം ചില അറിവ് അനുഭവം ഉണ്ടാക്കുന്നു, പ്രായോഗികമായി ജ്ഞാനത്തിൽ കുറേ പരിചയം കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല, അത് ഭൗതികമായി. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതാണ്.
അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു, ദൈവത്തോട് യോജിക്കുന്നവൻ ആത്മാവിനോട് യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഈ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച് കഴിയുമ്പോൾ ഒരു ആധ്യാത്മിക വ്യാപാരമാണത്. ആ വ്യാപാരത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് നമ്മൾ ആത്മാവുമായിട്ട് നമ്മൾ യോജിക്കുന്നു. 1 കൊരിന്ത്യർ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ. അപ്പം അത് സാധ്യമാണത്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. അതേ ഏകാത്മാവായി തീരുന്നു. കാര്യം എന്താ വെച്ചാൽ ദൈവം ആത്മാവായത് കൊണ്ടാണ്. അപ്പം അതിൻ്റെ അത് വിഷയത്തിൽ അപ്പം നിങ്ങൾക്ക് അത് ഏകാത്മാവായി തീരണമെങ്കിൽ ഓക്സിജൻ വലിച്ചു വിടണമെന്ന് ചോദിക്കും. ചില ആൾക്കാർ യോഗ എടുത്തിട്ട് വലിച്ചു കയറ്റിയിട്ട് കർത്താവ് അകത്ത് കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് പുറത്ത് പോകണം പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത്. അതേ അഭ്യാസം, നിരഭ്യാസം. അങ്ങനെ എന്തുമാത്രം തലമുറകൾ പറ്റിക്കപ്പെട്ട് ശരിക്കാം. അതല്ല സംഭവം. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാണ്. ആത്മാവാണ്. ഓക്കെ. ഇനി ഈ ആത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്നിട്ട് മധ്യസ്ഥം വഹിക്കുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമ 8:27 ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ഇനി രസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവഹിതം അനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നയിക്കപ്പെടുന്നില്ലേ, അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 8:14 എടുത്ത് റോമ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിന്റെ പുത്രന്മാരാണ്, മക്കളാണ്. അപ്പം ദൈവാത്മാവ് നയിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് നേരത്തെ നമ്മൾ കണ്ട് ദൈവഹിതം അനുസരിച്ചാണ് ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കി മധ്യസ്ഥം വഹിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇംഗിതം അനുസരിച്ച് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഹിതം എവിടെ നിന്ന് കിട്ടും? നമുക്ക് വചനത്തിൽ നിന്ന് കിട്ടും, പാരമ്പര്യത്തിൽ നിന്ന് കിട്ടും, പിന്നെ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് കിട്ടും, സുപ്പീരിയേഴ്സിൻ്റെ വഴി നടത്തലിൽ നിന്ന് കിട്ടും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ദൈവഹിതം നമുക്ക് കിട്ടും. അപ്പോൾ അത് വഴി തന്നെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ. ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ആധ്യാത്മികത ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകണം. അത്രേ ഉള്ളൂ. പരമാവധി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബയോ വേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബയോ വേസ്റ്റ് വായിക്കില്ലേ? ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ ബയോ വേസ്റ്റ്, മനുഷ്യനുണ്ടാക്കുന്ന വേസ്റ്റുകൾ, ചോറ്, അതേപോലെയുള്ള എല്ലാ സംഭവങ്ങളും, അതായത് അലിഞ്ഞു പോകുന്ന മിനറൽസും അടങ്ങിയിട്ടുള്ള ബയോ വേസ്റ്റുകൾ. ഈ ബയോ വേസ്റ്റുകളെ അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബയോ വേസ്റ്റുകളുണ്ടാകും. പ്രാർത്ഥന ഏറ്റവും വലിയ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ്റെ ആധ്യാത്മികതയാണ് പ്രാർത്ഥന ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ ബയോ വേസ്റ്റുകൾ കുറക്കാൻ പറ്റും. ഇപ്പം ചില ആൾക്കാർ ഒരു സമയത്ത് കട തുടങ്ങി. അപ്പം എനിക്കൊരു മനുഷ്യനറിയാം. ആ മനുഷ്യൻ ആദ്യം കട തുടങ്ങി, പീഡിയക്കട. അത് 5-6 കൊല്ലം നാട്ടുകാർ, എൻ്റെ നാട്ടിൻപുറത്തൊക്കെ അറിയാടിയാണ്. അത് നാട്ടുകാർ കൊണ്ടുപോയി പറ്റു പുസ്തകം ബാക്കിയും കട അടക്കുകയും ചെയ്തു.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇത് തുടങ്ങി. അതാണ് പീടിയക്കട ചായക്കടയാക്കി. അത് 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളി അത് കുറേ നാട്ടുകാർ കൊണ്ടുപോയി. പുള്ളി കടത്തിലായി. പിന്നെ പുള്ളി കൃഷി ചെയ്ത്, പിന്നെ പുള്ളി പന്നി വളർത്തൽ ചെയ്ത്, ഇങ്ങനെ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് എല്ലാം അവസാനം ഒരു ബയോവേസ്റ്റ് കൂടും. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കടക്കാരാകുകയും കട തന്നെ കിടക്കുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മളെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നൊക്കെ പറഞ്ഞാലും നോൺ ക്രിസ്ത്യൻസിൻ്റെ രീതിയിലാണ് നമ്മൾ വിഷയങ്ങളെ സമീപിക്കുന്നത്. അപ്പം ഈശോ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന ഒരു വിഷയമുണ്ടല്ലോ, അതെന്ന് പറയണത് നമ്മൾ ഇപ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി നീ ഉപദേശിക്കുന്നില്ലേ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഇതെല്ലാം ഒരുമിച്ച് വായിക്കേണ്ട സംഭവമാണ്. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ഉപദേശിക്കാന്ന് കർത്താവ് പറഞ്ഞപ്പോ നമ്മളെന്താ പറയണത്, എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട, എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാണ് പ്രാർത്ഥനയിൽ പറയണത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ കാര്യം ദൈവത്തിന് വെക്കത്തില്ലേ? കാര്യം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ നടക്കേണ്ട വഴി ഞാൻ പറഞ്ഞുതരാം, നിൻ്റെ മക്കളെ എവിടെ പഠിപ്പിക്കണം, നീ എന്ത് ചെയ്ത് ജീവിതം പോറ്റണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളെന്താ പറയണത്, എനിക്ക് വലിയ ഉപദേശം കേൾക്കണ്ട, എൻ്റെ ആൻറ്റിയുടെ മോള് കാനഡയിൽ പോയി, എനിക്ക് അവിടെ പോയാൽ മതി എന്നാ പറയണത്. അപ്പം എൻ്റെ ഉപദേശം നീ കേട്ടാൽ മതി എന്നാ പറയണത്. ഇത് അങ്ങനെ ഒരു ജഡിക ലോകമുണ്ട്. ശരിക്കും ഇവർ ബയോവേസ്റ്റ് ഉണ്ടാക്കും. അവർ കുറച്ച് കഴിഞ്ഞാൽ നിലയം പിടിച്ച് വരും. കാനഡ അവർ ഏജൻറ്റ് 4 ലക്ഷം പറ്റിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയണത്. അവിടെ ചെന്ന് പറഞ്ഞു, അയ്യോ ആ വിസ പുതുക്കി കിട്ടണില്ലെന്ന് പറയും. പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വിസ പുതുക്കത്തില്ല, നാട്ടിൽ വന്ന് പെട്ടിക്കിടന്നിറങ്ങേണ്ടി വരും. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യമേ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിന് ഈ നമ്മളിങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവത്തോട് പറയണതേ. മറിച്ച് നമ്മൾ ആദ്യമേ തന്നെ പ്രെയർ ചെയ്ത് പോകുമ്പോൾ നീ നടക്കേണ്ട വഴി, ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയാവും. ഓരോ മനുഷ്യനെ ദൈവം എങ്ങനെ എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണമെന്നുള്ളത്, എത്ര സുന്ദരമായ രീതിയിലാണ് ഗൈഡ് ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഞാൻ കേട്ടതേ, ഇവരാണ് എന്താണ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. അവർ 3 ഏജന്റുമാർക്ക് പൈസ കൊടുത്ത് 1 കൊല്ലം കാത്തിരുന്ന് വേസ്റ്റായി. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. ആത്മീയമായ ഭാഷ ബയോവേസ്റ്റ്. അതാണ് കാശ് പോയില്ലേ, ആ ദിവസം മുഴുവൻ, ആ ഒരു വർഷം മുഴുവൻ പോയി. അതാണ് ബയോവേസ്റ്റ്. അപ്പോൾ ഇവർ ഉടമ്പെടുത്ത ആൾ തന്നെയാണ്. പക്ഷെ ഇവർ പറയണത്, ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ, ഞാൻ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ ഞാൻ കണ്ട് സമയം കളയണം. അപ്പോൾ സാക്ഷ്യം കേട്ടപ്പോഴേക്കും മനസ്സിലായത് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടതെന്ന്. പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോഴെനിക്ക് ഉടമ്പടി എങ്ങനെ ജീവിക്കേണ്ടത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, കർത്താവ് എനിക്ക് ഏജൻസികൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാറ്റിയിട്ട് ഡയറക്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് ആവശ്യമുള്ള ഹോസ്പിറ്റലുമായിട്ട് എന്നെ കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് സംഭവം. 1 കൊല്ലം വേസ്റ്റ് ചെയ്തതാണ്. അതാണ് ബയോവേസ്റ്റ് എന്ന് പറയുന്നത്. 1 കൊല്ലം വേസ്റ്റായി. കർത്താവ് എന്നിട്ട് അവൾ പറഞ്ഞ് അപ്പം തന്നെ അവളെ പാക്ക് ചെയ്ത്. അത് സത്യസന്ധമായ, അവൾ ഉടമ്പടി എടുക്കാഞ്ഞിട്ടല്ല, ഉടമ്പടി ഉഴപ്പി ജീവിച്ചിട്ടാണ് ആ 1 കൊല്ലം അങ്ങനെ പോയത്. ഉടമ്പടി എടുക്കുന്നതിലല്ല, ഉഴപ്പാതിരിക്കുന്നതിലാണ് അതിൻ്റെ ബലമിരിക്കണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമുക്കുള്ള ഓഫറാണത്. എന്താണ്, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കാം. പിന്നെ എന്താണ്, നടക്കേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വരാനിരിക്കുന്ന കാര്യം നിനക്ക് പറഞ്ഞു തരാം. അതൊക്കെ എല്ലാം പറഞ്ഞ് ഇപ്പം ദൈവത്തിന് ഈ ഓഫർ, നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വരെ ഓഫർ നോക്കും. നമുക്ക് അടുത്ത ദിവസം അത് കാണാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ അങ്ങനെ ഭവനത്തിനായിട്ട് ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചു. 1000 തവണ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. മുട്ടേതിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പള്ളിയിൽ, അവിടെ മാതാവിൻ്റെ പള്ളിയുണ്ട്, ശനിയാഴ്ച തോറും കാൻമാർക്കറ്റ് പള്ളിയിൽ ഞങ്ങൾ പോകും. ഞാനും മോനും കൂടാണ് പോകുന്നത്. പ്രാർത്ഥിക്കും. ഞാൻ പറയും, എൻ്റെ മാതാവ് എനിക്കൊരു ഭവനം വേണം. കാരണം എൻ്റെ നാട്ടിൽ എനിക്ക് പറ്റത്തില്ല വരാൻ. എൻ്റെ മോനെ എനിക്ക് വളർത്തണം, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞ് ഞാൻ കരയുമ്പോൾ എൻ്റെ മോൻ എൻ്റെ കണ്ണുനീര് മാറ്റും. എൻ്റെ മമ്മി കരയണ്ട, നമുക്ക് ഈശോ വീട് തരും, അമ്മ നമുക്ക് വീട് തരും എന്നും പറഞ്ഞ് എൻ്റെ മോനെ ആശ്വസിപ്പിക്കും. ഞാനൊരു വീടിന് അപേക്ഷ കൊടുത്തു. എൻ്റെ കയ്യിൽ ആ വീട് നോക്കാൻ പോകുമ്പോൾ 500 രൂപയും എൻ്റെ അമ്മ മാതാവിൻ്റെ കാശ് രൂപ മാത്രമേ ഉള്ളൂ. എൻ്റെ വേറെ ഒന്നുമില്ല. ഞാൻ പോയി വീട് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്ക് 1 മുറിയിലൊരു വീട് മതി. പക്ഷെ ഞാൻ പോയി കണ്ടത് എനിക്ക് 3 മുറിയിലൊരു വീട്. എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീട് ഞാൻ പോയി കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ജോലി, വരുമാനം ഒന്നും സ്ഥിരമില്ല. ഞാൻ ബാങ്കിൽ, അവർ പറഞ്ഞ് നിങ്ങൾക്ക് തരും, 90% ലോൺ തരും, ബാങ്കിൽ നിങ്ങൾ പേപ്പർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പേപ്പർ കൊടുത്തു. ബാങ്ക് മാനേജർ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് പറയാം. ഞാനൊരു നേഴ്സാണ്, പക്ഷേ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്ന് എന്നെ റിജക്റ്റ് ചെയ്യുവാണ്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയില്ല. അപ്പം ഞാൻ ഹോം കെയർ പോലെ ഡെയിലി വേജസിന് ഞാൻ ജോലി ചെയ്യുന്നു. ബാങ്കിൽ ചെന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും? കാരണം മാസം 30,000 രൂപ അടയ്ക്കണം. നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അപ്പം ഞാൻ ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക്, മാതാവേ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു വീടാണ്, നിൻ്റെ രൂപം കൊണ്ട് ഞാൻ കയറിയ ആദ്യത്തെ വീടാണ്, പക്ഷേ എനിക്ക് ആ വീട് വേണമല്ലോ. അന്നോട്ട് കരഞ്ഞു. കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച 9 മണിയായപ്പോൾ എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന്, മാഡം ഫ്രീ ആണെങ്കിൽ ബാങ്കിൽ വരാമോ? ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചെന്നു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ വലത്തേ കയ്യിൽ വെച്ചു. ഞാൻ പറഞ്ഞു, അമ്മേ, എന്തെങ്കിലും ഒരു വഴി തരണേ. ഞാൻ ചെന്നു ഇരുന്നു. എന്നോട് പറഞ്ഞത്, മാഡം സൈൻ ചെയ്ത് ലോൺ സാങ്ഷനായി. എനിക്ക് 26 ലക്ഷം രൂപ ലോൺ സാങ്ഷനായി. എനിക്ക് വീട് എൻ്റെ അമ്മ എനിക്ക് തന്നു. ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ട്. എൻ്റെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ എന്ത് വെക്കുകയുള്ളൂ. എൻ്റെ മോനും അതുപോലെയാണ്. എൻ്റെ മോന് ആദ്യം വിശ്വാസമൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ അവന് കാർട്ടൂണും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഈശോ തന്നത് എല്ലാം ഉള്ളൂ, നമുക്കൊന്നുമില്ല മോനെ, നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അവന് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവന് ഒത്തിരി വിശ്വാസമായി. എക്സാമിന് എന്ന് രാവിലെ 6:45 സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം, അമ്മ പ്രാർത്ഥിക്കുക, ഓടി പ്രേയർ റൂമിൽ പോവും, പ്രാർത്ഥിക്കും. എന്നോട് പറയും, അമ്മ ഓയിൽ എനിക്ക് തേച്ചതാ. അപ്പം ഞാൻ കുരിശ് വരച്ച് അങ്ങനെയാണ് എൻ്റെ മോൻ പോകുന്നത്. ഒരു ചെറിയ കാശ് രൂപമുണ്ട്, അത് എന്നും അത് സ്കൂളിൽ കൊണ്ടുപോകും. ഒരു ദിവസം പോലും മാറ്റി വെക്കത്തില്ല. അവൻ്റെ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷേ അതൊന്നും അലൗഡല്ല. എങ്കിലും അവൻ്റെ കയ്യിലൊരു ചെറിയൊരു റോസറി ഉണ്ട്, റോസറി വെക്കും. പോകുന്ന വഴിക്ക് എല്ലാം വിശ്വാസ പ്രമാണം എൻ്റെ മോൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പൈന് പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ പറയും, മോനെ വിശ്വാസ പ്രമാണം ചൊല്ല, എനിക്ക് ഓയിലിട്ട് തരാം. ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുരിശ് വരച്ചിട്ട് തന്നിട്ട്, അമ്മ കുറഞ്ഞോ? അപ്പം ഞാൻ പറയും, മോനെ കുറവുണ്ട്. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസമായി.
എൻ്റെ ഹസ്ബൻഡുമായുള്ള പ്രശ്നത്തിൽ ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേസുകളെല്ലാം പിൻവലിച്ചു, ഒരു കേസ് പോലും ഇല്ല. കുടുംബക്കോടതി നിന്ന് എൻ്റെ കുട്ടിയെ കൊടുക്കണമെന്നൊരു ഓർഡർ വരെ എനിക്ക് വന്നതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തിരിച്ച് വേണ്ട, നീ കുഞ്ഞിനെ നോക്കിക്കോ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ട് എന്നെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ തിരിച്ചു കൊണ്ടാക്കണം. ഞങ്ങളിവിടെ ഹോട്ടലിലാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു. പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം മറ്റു കാരണങ്ങൾ എനിക്ക് വരാതെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരുമെന്ന് ഉറപ്പിച്ചു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് എത്തിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഏപ്രിൽ 22-ാം തീയതി കാർ ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിങ്ങിന് കയറി തീ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ബെൽറ്റ് വന്ന് ആ സമയം കൊണ്ട് ഫുള്ള് തീ കത്തി. അവൾ പറയുന്ന, ചേച്ചി ഞാൻ മരണം മുന്നിൽ കണ്ടു. ഞാൻ ആദ്യം ഓർത്തത് ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ അന്നേരം ഓർത്തു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൂട്ടുകാരി വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അവൾക്കിങ്ങനെ പറ്റി, ഒറ്റയ്ക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു കാശ് എടുത്തു. ഞാൻ നേരെ പോയി ചെന്നപ്പോൾ ഓറ്റിന്ന് ഇറക്കാറായിരിക്കുന്നു. ഓറ്റിന്ന് എന്ന് കണ്ടപ്പോൾ കഴുത്ത് തൊട്ട് താഴെ വരെയും അവളെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഇവക്ക് നടക്കണം, വലത് സൈഡും വലത് കൈയും, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നടക്കണം, അവിടെ സ്വന്തം കാര്യം ചെയ്യണം. എൻ്റെ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സഞ്ചാരി മാതാവേ നീ വാ എന്നും ഞാൻ പറഞ്ഞ് അവിടെ നെറ്റിയിൽ ഞാനിങ്ങനെ കാശുരൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളലാണ്. അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏത് സെഡേഷൻ കൊടുത്താലും അവൾക്ക് ഉറക്കമില്ല. അവൾ 3 മാസം ഉറങ്ങിയില്ല. ഞാനിങ്ങനെ ചെല്ലും, കാരണം എനിക്ക് സ്റ്റെയർ കേസുകളൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആഴ്ചയിലേ പോകത്തുള്ളൂ. ഞാൻ ചെന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പത്രം എൻ്റെ കിട്ടി. ഞാൻ പത്രം കൊണ്ട് അവിടെ തലയുടെ കീഴി വെച്ചു. പറഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കുക, നീ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, നീ പ്രാർത്ഥിക്കുക, നീ അമ്മയിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അന്നോട്ട് അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു. അവൾ പറയുന്നത്, ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ഒരു തണുപ്പ് അനുഭവിക്കുന്ന പോലെ എൻ്റെ കൈകളിൽ എനിക്ക് തണുപ്പ് അനുഭവിക്കുന്ന, എനിക്ക് ചേച്ചി ചൂടില്ല, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ അവൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അവൾ വന്ന് സാക്ഷി പറയും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം വയ്യാതെ വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അത് 2020-ലായിരുന്നു. അതിനുശേഷം 2022-ൽ മസ്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഒരു 5-6 മന്ത് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് വയ്യാതെ വന്നു. ഡോക്ടറെ അവിടെ കാണിച്ചു. പുള്ളിക്കാരി ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറാണ്, നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോട്ടിക്ക് എത്ര ദിവസത്തെ ലീവ് എടുത്ത് വേണമെങ്കിൽ ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോ. പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു. ഇവിടെ റെയ്ന മെഡിസിറ്റിയിൽ കാണിച്ചു. ഡോക്ടർ സർജറി രാവിലെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ PSC കഴിഞ്ഞു, സർജറി ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ദൈവമേ, ഇനിയും തിരിച്ച് ഈ രോഗം അവൾക്ക് കൊടുക്കരുത്. കാരണം 2 കുട്ടികളുണ്ട്, ഒത്തിരി കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷെ സൗദിയിൽ ഒത്തിരി ജോലി പൈസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിനായിട്ട് വിനിയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 8 ലക്ഷം രൂപ കടം മേടിച്ചാണ് അവൾ മസ്കറ്റിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു അസുഖം ഇനി അവൾക്ക് കൊടുക്കരുത്. ഞാൻ വന്ന് അവിടെ സാക്ഷി പറയാം, അവൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം. അവൾ വരുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല, അത് നോർമലായിട്ടൊരു മുഴയാണ്, ഒരു പ്രശ്നവുമില്ല. അവൾ മസ്കറ്റിൽ തിരിച്ചു പോയി. മാർച്ചിൽ വരുമ്പം ഇനിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനം കൂടാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദിവസവും അവൾ മാർത്തോമയാണ്. അപ്പോൾ അവൾക്ക് കൊന്ത ചൊല്ലാനോ പ്രാർത്ഥനയോ ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എൻ്റെ ഫോൺ വഴി ഞാൻ അയച്ചു കൊടുത്തു. അതേപോലെ അവരുടെ ബ്രദറിനും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഭയങ്കര വിശ്വാസം, അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അവർ പറഞ്ഞു, ഇനി മാർച്ചിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട്.
യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഞാൻ 2018 ഉടമ്പടി എടുത്തത്. ആദ്യമേ താമസിച്ചതിന് അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ എടുത്തത്. മകന് ജോലി ഉടമ്പടി എടുത്തതിൻ്റെ 6 മാസം കഴിഞ്ഞപ്പോൾ അവന് വിദേശത്ത് ജോലിക്ക് പോകാൻ സാധിച്ചു. ഞങ്ങൾക്ക് 5-6 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, അത് വീട്ടുവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് ഫ്ലോറിങ്ങിൻ്റെ ജോലിയാണ്. ഫ്ലോറിങ്ങിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാലിലൊരു ചീള് കൊണ്ടത് അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് കയറി കാണാനൊന്നും മേലാത്ത വിധത്തിൽ. ഷുഗറിൻ്റെ അസുഖമുള്ള ആളാണ്. ഒത്തിരി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ കാല് നിലത്ത് കുത്താൻ മേലാത്ത അവസ്ഥയാണ്. അങ്ങനെ 3-4 മാസം ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് നടന്നതിൻ്റെ ഫലമായി പിന്നെ ആ വേദന കാലിൽ ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ എൻ്റെ എനിക്ക് ഒത്തിരി ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള ആളായിരുന്നു. നടുവിൻ്റെ പ്രശ്നം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടി, ഒത്തിരി നാൾ ബുദ്ധിമുട്ടിയിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒത്തിരി വർഷങ്ങളായി ബുദ്ധിമുട്ടിയതായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഇത് മാറിക്കിട്ടി. എൻ്റെ ഇളയ മോനെ PG അഡ്മിഷൻ പെട്ടെന്ന് കിട്ടുവാൻ സാധിച്ചു. നല്ല സ്കോറോടുകൂടി PG പാസ്സായി. ഇത്രയും നന്നായി തിരുക്കുമാരനും എൻ്റെ മാതാവിനും ആയി.